അനിയുടെ ഒരു വീഡിയോ നീ ഉണ്ടല്ലോ ചരിച്ചാ എടുത്തേ ഇങ്ങനെ അപ്പൂസങ്ങനെ നേരെ ആക്കുമായിരുന്നല്ലേ? ഞാൻ നേരെ അപ്പൊ ഇവര് ഇങ്ങനെ എടുക്കണ്ടേ പറഞ്ഞാൽ തിരിച്ചാ വെക്കണ്ടെന്ന് എന്ന് ഇവിടെ ഇരുന്നപ്പോഴല്ലേ അല്ല നമ്മള് ചീട്ടുകളെ എടുത്തില്ലേ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട് ആ സമയത്ത് നിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവൻ ഇങ്ങനെ ഇതുപോലെ ചെരിച്ചാ ഇങ്ങനെ എടുത്തേ ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെ ചെരിഞ്ഞായിരിക്കുന്നത് ഞാൻ നേരെ ആക്കുമായിരുന്നു. ഇങ്ങനെ എടുക്കണ്ടേ ഇങ്ങനല്ലേ കഴിഞ്ഞോ? എടാ അത് ഇല്ല കാണിക്കണ്ടേ? ഇത് ഓണാണോ? എന്ത് വീഡിയോ ഓണാ? അത് എടുത്ത ഫോട്ടോ ഞാൻ കാണിക്കുന്നു. റെനിനെ പകുതിയായിട്ടുണ്ട്. ആ ഫോട്ടോ അനിയെടുത്ത് റെനിനെ കാണിക്കുകയാണ്. റെനിന് ആ ഫോട്ടോ കണ്ടിട്ട് തൃപ്തിപ്പെടുകയോ ഇല്ലയോ എന്ന്. റെനിനെ ഫോട്ടോ പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റെനുവിനെ കാണിക്കാം ആ ഫോട്ടോ. റെനു, ആ ഫോട്ടോ കാണാൻ എന്താണ് അഭിപ്രായം? പൊറോട്ട ഇറങ്ങാനുണ്ട്. ഇനി ഇറങ്ങണോ? ഇതൊന്നും നേരത്തെ ഒരു മാറ്റമില്ലല്ലോ. അതും ചെവി ഇരിക്കുന്നുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിലോ. അനി അതിസാഹസികമായിട്ട് മുടി വെട്ടുകയാണ് ഗൈസ്. ഏത് നിമിഷവും പണി മാറ്റാൽ റെനു അവനെ ഇടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് റെനിന്റെ അടുത്ത ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. ആ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നോക്കാം റെനിന്റെ ഫോട്ടോ എങ്ങനെ ഇരിക്കും. റെനു ഹാപ്പി ആയിരിക്കുന്നു. ഈ ഫോട്ടോ ഇത് മതിയെന്നാണ് റെനു പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സൈഡ് നോക്കാം. ഈ സൈഡിൽ നമുക്ക് ഇനി അതേ സംഭവം വരുത്താനാണ് റെനു പറയുന്നത്. നമുക്ക് നോക്കാം. കേട്ട് കിങ്ങിടാ ഇല്ല, ഇടയ്ക്ക് അത്ര കാണിച്ചുള്ളു. ഇനി കാണിക്കാം. അടുത്ത സൈഡ് എടുക്കുകയാണ്. ജോലികൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ ഗൈസ്, സൂര്യൻ, ആകാശം. അന്നത്തെ പോലെ പറവോട് പോവായിരുന്നു. സെറ്റായിരുന്നല്ലേ? ഇന്നലത്തെ പോലെ റബ്ബർത്തോട്ടം. അയ്യോ, തെങ്ങ്. ഇതിലൂടെ വെട്ടിക്കഴിഞ്ഞ് നോക്കണം തലമുടി ഏത് അവസ്ഥയിലാവുക. ഇതിൽ എക്സ്പേർട്ട്, ഞാനിതിൽ എക്സ്പേർട്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ചെവി വിട്ടറിഞ്ഞു. കഴിഞ്ഞോ? അല്ല, ഞാൻ നോക്കട്ടെ, അത് ഇനി കുറയ്ക്കണം. ശരിയാക്കി. ഇവിടെ
ഓരോ വണ്ടികൾ പോവുകയാണ്. ഇതേ പോകുന്നു ട്രെയിൻ അതുകൊണ്ട് ചിരിക്കുന്നു. ഇവിടുത്തെ ഏകദേശ പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കി പണിയും കൂടെ റെഡി ആയാൽ മതി. മാറുന്നുണ്ട്. ട്രെയിനിൻ്റെ അടുത്ത ചിത്രം പകർത്തുന്നു അനി. ഇതോട്ട് കമ്പയർ ചെയ്ത് ഞാൻ നോക്കാം. അപ്പുറത്തെടുത്ത് ഇതോട്ട് ആയിരുന്നു. ഇത് ചെവിയുടെ മണ്ടയ്ക്ക് കണ്ടോ, അവിടെ വരെ വരണം. ചെവിയുടെ മണ്ടയ്ക്ക് വന്നിട്ടില്ലേ? ട്രെയിനും അത് ഒട്ടും വൃത്തികരമല്ല എന്നാണ് പറയുന്നത്. നോക്ക് ഇവിടെ നോക്ക്. അവിടെ നിന്ന് മാറ്റം. സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഈ സൈഡ് മുടി കൂടുതലാണോ തോന്നാണ് എനിക്ക്. ഇതിനെ ഫോണി എടുത്തോളൂ. എന്തെങ്കിലും പറയണം, ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒന്ന് പറ. വ്ലോഗ് എടുത്തിട്ട് ഉണ്ടായിരിക്കുന്നു. ഞാൻ പിന്നെ എന്നാ പറയണ്ടേ? എന്തെങ്കിലും പറ. കുറച്ചും കൂടെ കുറെ കമന്ററി പറഞ്ഞു. അതുപോലെ ഈ എന്നാ ട്രെയിനിന്റെ അടുത്ത ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ആ എടുത്തു. അതിന് ട്രെയിനിനെ കാണിച്ച് ട്രെയിനിനെ തൃപ്തികരമാണോ ഇല്ലയോ അത് നമുക്കറിയണം. നമുക്കത് നോക്കിക്കളയാം. റെനി പറയുന്ന റെനിയൊന്നും കാണുന്നില്ലെന്ന്. എനിക്ക് കാണാമല്ലോ. നിനക്ക് എന്തുകൊണ്ട് കണ്ടില്ല? കാരണം അവൻ കണ്ണാടി വെച്ചിട്ടില്ല. ഇനിയും വരണോ? ആണ് ലെഫ്റ്റും റൈറ്റും എന്നുള്ള വ്യത്യാസം അതാണ്. രണ്ട് ആ സൈഡിലും മുടി പോലെ അല്ല ഇതിൻ്റെ ഈ സൈഡിൽ ഇരിക്കുന്നത്. വ്യത്യാസം വരും. ഇങ്ങനെ പൊറോട്ട പിരിയും ചെയ്യണോ? ചെവി ഇവിടെ വരെ ചെയ്യണ്ടേ? ചെവി അത് വന്നിട്ടുണ്ട് ഏതാണ്ട്. നിങ്ങൾ തന്നെ പറയൂ ഗൈസ്, ഈ കാണുന്നത് ഏകദേശം ശരിയാണോ അല്ലയോ? അനിയവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. സൈസാണ് ഏത് സൈസ്? മുടിയുടെ സൈസ്. നമുക്ക് നോക്കാം അതിനോട് തരാൻ താരനുണ്ടോ ഇല്ലയോ. താരനെ കൊണ്ടോയില്ലെന്ന് രണ്ടോ നോക്കുന്നത്. ഏതാണ്ട് ഇരിക്കുന്നു. ഇവിടുത്തെ മുടി ഇച്ചിരി കൂടുതലാണ്. എവിടെ? ഇവിടുത്തെ കട്ടി കൂടുതലാണ്. അവിടുത്തെ പോലെ അല്ല ഇവിടുത്തെ. ഇപ്പം എന്തിനും പറഞ്ഞു കയറും ഇല്ല. പാശി വേണ്ടാന്ന് പറയുക. ഏത് പാശി?
ഇവിടെ പശുവും പോത്തൊന്നും ഇല്ല. റെനുവിന് എന്നാ വന്നിട്ടാണോ പറഞ്ഞത്? ഒരു കാക്ക പറന്ന് ആ കൊമ്പിരിക്കുന്നു. ഇങ്ങനല്ലേ? ഇങ്ങനെ ഇരിക്കുന്നു. അതെ. ആ റെനുവിൻ്റെ അടുത്ത പടം എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിലറിയാം റെനുവിന് ഇത് മതിയാവുമോ ഇല്ലോ. റെനുവിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പുറത്തെ വെച്ച് ഇതിലാണ് ഡിലീറ്റ് ചെയ്തത്. ഇവിടത്തെ അപ്പുറത്തെ സൈഡിലേക്ക് അപ്പുറത്തെ ഇവിടെ നല്ലത്. 2 സൈഡിലും മുടി 2 രീതിയിലായിരിക്കും പറയുന്നത്. അതുകൊണ്ട് റെനു അപ്പുറം എപ്പുറം നോക്കുകയാണ്. ഏകദേശം സെറ്റായി. കഴിഞ്ഞ വർഷം പോലെ അല്ല. കഴിഞ്ഞ വർഷം ഇവിടെ ഇങ്ങനെ കാശുണ്ടെങ്കിൽ ഇവിടെ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനല്ല പറഞ്ഞത്, ഈ അനിയാണ് പറഞ്ഞതല്ല. എന്നെ അവർ ബ്ലെയിം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ കായ്സെന്ന് പറയുന്നത് വേണ്ടെന്ന്. അതെന്താ അതെന്താ പറയുക അങ്ങനെ ചോദിച്ചേ? നീ പോയി വർക്കൗട്ട് ചെയ്തോ, ഞങ്ങളില്ല. റെനു പറയുന്നത് ചീട്ട് കളിക്കാന്ന്. യൂണിറ്റ് കഴിഞ്ഞില്ലേ? വീഡിയോ ആ റെനുവിൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. റെനു ഇപ്പോൾ കണ്ടാൽ ഏകദേശം ഹാഷറിനെ പോലെയാണ് ഇരിക്കുന്നത് ഗൈസ്. വീഡിയോ എൻഡ് ആകുന്നു ഗൈസ്. ഇറ്റ്സ് മീ ഗിരിധർ, Renu and Danny signing off. Bye bye.